ടാലന്റ് ഹണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ കൾട്ട് വിക്ടേഴ്സിൽ അടിസ്ഥാന പാഠാവലിയായിരുന്നു. പാഠം മരണമില്ലാത്ത മനുഷ്യൻ. കൂട്ടുകാരി, മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിത നമുക്ക് എല്ലാവർക്കും വായിച്ച് കഴിയുന്ന കൂട്ടുകാർ ഈ കവിത റെക്കോർഡ് ചെയ്ത് കൂട്ടുകാരുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. 8ൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായി തെത്തുന്നു ക്ലാസ്സിൽ കുട്ടി രാമമേനോൻ മാസ്റ്റർ. കവിളിൽ കടുക്കന്റെ തുടുപ്പും നെറ്റിക്കര കാലുറുപ്പിക പൂതി ചന്ദനപ്പൊട്ടും മിന്നി. ശബ്ദിക്കൊല്ലാരും വിരൽ മൂക്കുപാലത്തിൽ ചേർത്താൻ അബ്ദുറഹിമാൻ സാഹിബിൻ പ്രസംഗം ചെവികൊൾക്കുവിൻ. പിന്നെ മോതിര കൈകൾ വിടർത്തിക്കാട്ടും പത്രത്തിനുമേൽ മിഴിയുങ്ങി വായിക്കാൻ തുടങ്ങുന്നു. അവസാനത്തെ പ്രഭാഷണത്തിൽ മുഖത്ത് വച്ച അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ ആളുകളുടെ മൊഴി അപ്പിടി അനുസരിക്കായുവിൻ. ഏവരും മർത്യർ, മരിക്കുന്നവർ മാത്രം. മരിക്കുന്നവനത്രേ ഞാനും. എൻ വാക്കും തിരസ്കരിപ്പിൻ. കേൾപ്പിൻ ദൈവത്തിന്റെ വാക്കുകൾ മാത്രം. ദൈവത്തിൻ വചനത്തിൽ ഖുർആനിൽ രമിക്കുവിൻ. ജൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ. അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ അറിവിൻ. ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ. വായന നിലച്ചപ്പോൾ ഇടിവട്ടേറ്റാൽ പോലെ വാപ്പൊളിച്ചിരിപ്പത്രേ സഹപാഠികൾ ഞാനും. ഒടുവിൽ കസേരയിൽ ഇരുന്നു ഗുരു മന്ദസ്മിത ഗൗരവം കൊണ്ട് ഞങ്ങളെ പുതപ്പിച്ചു. മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല ഒരിക്കലും. മലയാളി തൻ ഹൃദയത്തില ധീരപ്രജ്ഞൻ, ധീരനെന്നല്ലാതെ മറ്റെന്തൊരു സവിശേഷം ചേരും അദ്ദേഹത്തിന്. ചൊല്ലുവിൻ ആരെങ്കിലും. നിർനിമേഷരായി ക്ലാസ്സിലിരുന്നു വിദ്യാർത്ഥികൾ. പിന്നിൽ നിന്നൊരു ശബ്ദം ഒടുവിൽ കേട്ടു. വീരൻ. ശരിയാണല്ലോ. വിദ്യാർത്ഥികളും കൊട്ടി കൈകൾ. കൂട്ടുകാരി, ഈ ഒരു കവിത രചിച്ചത് അക്കിത്തമാണ്. കൂട്ടുകാർക്ക് ഈ ഒരു കവിതയ്ക്ക് നല്ലൊരു ഈണവും താളവും നൽകാമല്ലോ. കൂട്ടുകാരി, പ്രകാശം പരത്തുന്നവർ എന്ന ഈ 2ാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് മാലി രചിച്ച ഒരു ചെറിയ കഥയുമായിട്ടാണ് അല്ലേ? ഒരു വൃദ്ധബ്രാഹ്മണൻ കർണനെ കാണാൻ ചെന്നു. എനിക്കങ്ങ് ഒരു സഹായം ചെയ്യണം, വൃദ്ധബ്രാഹ്മണൻ അപേക്ഷിച്ചു. പുഞ്ചിരി തൂക്കിക്കൊണ്ട് കർണൻ പറഞ്ഞു, അങ്ങയുടെ വേഷമാറ്റം എന്നെ കബളിപ്പിക്കയില്ല. അങ്ങ് ഇന്ദ്രനാണെന്ന് എനിക്കറിയാം. ആട്ടെ, അങ്ങേക്ക് വേണ്ടത് ഞാൻ തരാം. എനിക്ക് അങ്ങയുടെ പടച്ചട്ടയും കുണ്ടലങ്ങളും വേണം. ഇന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒട്ടും സംശയിക്കാതെ കർണൻ അവ ഊരിയെടുത്തു നൽകി. താൻ മരിക്കുമെന്നറിയാമെങ്കിലും അതേസമയം ഒരു കൃത്യാർത്ഥത ഉണ്ടായി. മറ്റൊരാളുടെ ആഗ്രഹം സാധിപ്പിച്ചല്ലോ. ഇന്ദ്രൻ വന്ന കാര്യം നേടി. അതിൽ സന്തോഷവും ഉണ്ടായി. അതേസമയം കർണനോട് അതിയായ അഭിനന്ദനം തോന്നുകയും ചെയ്തു. എന്തൊരു ത്യാഗബുദ്ധിയായിരുന്നു അത്. കൂട്ടുകാരി, ഇവിടെ കർണന്റെ സ്വഭാവത്തിലെ എന്ത് സവിശേഷതയാണ് വ്യക്തമാവുന്നത്? പറയൂ. ത്യാഗം, ദാനശീലം, ധീരത, കൃത്യാർത്ഥത, ദൃഢനിശ്ചയം, സ്നേഹം, ബഹുമാനം. കൂട്ടുകാരി, ഈ പ്രവർത്തനം ഒന്ന് നോക്കൂ. കർണന്റെ ജീവിതത്തിലെ മറ്റു മുഹൂർത്തങ്ങൾ കണ്ടെത്തി എഴുതുക. കർണൻ ഒരിക്കൽ ജരാസന്ധനുമായി വലിയൊരു മല്ലയുദ്ധത്തിൽ ഏർപ്പെടുകയും ജരാസന്ധനെ തോൽപ്പിച്ചു വധിക്കുവാൻ തുനിയുകയും ചെയ്തു. ഭയചകിതനായ ജരാസന്ധൻ കർണനോട് സൗഹൃദം സ്ഥാപിക്കുകയും മാലിനിപുരം എന്ന രാജ്യം സംഭാവനയായി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ കർണൻ ദുര്യോധനൻ നൽകിയ അംഗരാജ്യത്തിന്റെയും ജരാസന്ധദത്തമായ മാലിനിപുരത്തിന്റെയും താൻ തന്നെ യുദ്ധം ചെയ്ത് നേടിയെടുത്ത ചമ്പാപുരിയുടെയും അധിപനായി വാണു. കൂട്ടുകാരി, അടുത്തതായി നമ്മൾ തയ്യാറാക്കേണ്ടത് അബ്ദുറഹിമാൻ സാഹിബിന്റെ ഒരു ജീവചരിത്രമാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് 1898 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. കോഴിക്കോട് ബാസൽ മിഷൻ കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ ഉപരിപഠനം നടത്തി. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഖിലാഫത്ത് ആൻഡ് ജസീറത്തുൽ അറബ് എന്ന ഗ്രന്ഥം വായിച്ചത് ദേശീയ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം വളരാനിടയാക്കി. 1920കളിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ ഇദ്ദേഹം പഠനം ഉപേക്ഷിച്ച് കോഴിക്കോട്ടേക്ക് മടങ്ങി. 1921ൽ ഒറ്റപ്പാലത്ത് നടന്ന കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ രാഷ്ട്രീയ രംഗപ്രവേശനം. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് മലയോര ഗ്രാമമായ മുക്കം പഞ്ചായത്തിലെ ചേന്നമംഗലൂർ കളത്തിങ്ങൽ അബ്ദുസലാം അധികാരിയുടെ വീട്ടിൽ നിന്ന് 1945 നവംബർ 23 രാത്രിയിൽ ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന വഴിയിൽ കുഴഞ്ഞു വീണായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ മരണം. അതൊരു കൊലപാതകമായിരുന്നു എന്ന ദുരൂഹത ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടുകാരി, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൂട്ടുകാരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.